കായംകുളം കറ്റാനത്ത് ബഹുനില കെട്ടിടത്തിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടമെന്ന വിലയിരുത്തൽ. സൂപ്പർമാർക്കറ്റും ജിംനേഷ്യവും പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിന് സമീപത്തെ കടകളിലേക്കും 3 വീടുകളിലേക്കും തീ പടർന്നു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിലാണ് വൻ ദുരന്തമൊഴിവായത്. കറ്റാനത്ത് നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രി 8:30യോടെയാണ് കറ്റാനം KP റോഡിന് സമീപത്തുള്ള 4 നില കെട്ടിടത്തിൽ തീ പടരുന്നത്. പിന്നീട് അതിവേഗം സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കുമൊക്കെ തീ പടർന്നതാണ് വലിയ ആശങ്കയ്ക്കിടയാക്കിയത്. കായംകുളത്ത് നിന്ന് മാത്രമുള്ള ഫയർ യൂണിറ്റുകൾ എത്തിയെങ്കിലും അതുകൊണ്ട് തീ അണയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് സമീപ ജില്ലകളിൽ നിന്നുകൂടി ഏകദേശം 25-ലധികം വരുന്ന ഫയർ യൂണിറ്റുകളാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഈ 4 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ, ആദ്യ നില ഗ്രൗണ്ട് ഫ്ലോറിൽ ഹോം അപ്ലയൻസ് അടക്കമുള്ള സ്റ്റേഷനറി സാധനങ്ങൾ അടക്കമുള്ള വിൽപ്പന നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന് സമാനമായ സ്ഥാപനമാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ കൂടുതലും പ്ലാസ്റ്റിക് ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലേക്കാണ് ആദ്യം തീ പടർന്നതും പിന്നീട് അത് വലിയ തീപിടുത്തമായി മാറിയതും. മുകളിലത്തെ നിലയിലും ആ സ്ഥാപനത്തിന്റെ തന്നെ മറ്റൊരു ശാഖയാണുള്ളത്. അതിന്റെ മുകളിൽ ജിംനേഷ്യമാണ് പ്രവർത്തിക്കുന്നത്. ജിമ്മിലെയും ഈ കടകളിലെയും എല്ലാം സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അപ്പോഴും എന്താണ് തീപിടുത്തം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും ഈ താഴത്തെ സ്ഥാപനത്തിൽ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ കൂടുതലായി ഉണ്ട്. അതിലിപ്പോഴും തീ പടരുന്നുണ്ട്. അതിപ്പോഴും കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും അപകട സാഹചര്യം പൂർണ്ണമായും ഒഴിവായി എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേന അംഗങ്ങളൊക്കെ അടക്കം പറയുന്നത്. ഒപ്പം ഈ സമീപത്ത് നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് കൂടി തീ പടർന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. പിന്നീട് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലാണ് കൃത്യമായ ഒരു പ്രശ്നം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാൻ സാഹചര്യമായി. ഇന്നലെ ഈ രാത്രി ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ചേരുന്നു. ചേട്ടാ, വലിയ സംയോജിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. വലിയ അപകടം ഒഴിവാക്കി. നമ്മളിവിടെ ഈ ജനങ്ങൾ ഇത്രയും സജീവമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. നമ്മൾ ആദ്യം 7:45, 8 മണിയാകുമ്പോൾ ഫസ്റ്റ് തീ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓടി വരികയും പെട്ടെന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ആദ്യം ചെയ്തത്. ആദ്യം റോഡിനെ നിയന്ത്രിച്ചു. പിന്നെ അതിനകത്തിലുണ്ടായിരുന്ന 13-14 പേരോളം അകത്തുണ്ടായിരുന്നു. അവരെ നമ്മൾ വെളിയിലെത്തി. ഫയർ എഞ്ചിൻ വന്നപ്പോഴത്തേ കണ്ട് അരമണിക്കൂറിന് ശേഷമാണ് ഫയർ എഞ്ചിൻ വന്നത്. ഫയർ എഞ്ചിൻ വന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെള്ളം പറ്റത്തില്ല. അന്നേരം തന്നെ അതിനുശേഷം കായംകുളത്തുനിന്ന് വേറെ 2 ഫയർ എഞ്ചിനും ചാരുമൂടല്ല മാവേലിക്കര, പത്തനംതിട്ട, ഹരിപ്പാട്, അടൂര്, ഇത്രയും അടുത്തൊന്ന് ആദ്യം തന്നെ ആള് വന്നു. വലിയൊരു അപകടം ഒഴിവായി. എന്താണ് തീപിടുത്ത കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാനായിരിക്കും സാധ്യത. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് പറയുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും തീ അതിലേക്ക് പടർന്നത്. അങ്ങനെയായിരുന്നു ഈ കത്താനുള്ള സാഹചര്യം ഉണ്ടായെന്നാണ്. വീടുകളിൽ നിന്നൊക്കെ ആളുകൾ അപ്പം തന്നെ എല്ലാവരും മാറ്റാൻ കഴിയും. ഗ്യാസ് കാര്യങ്ങൾ എത്ര സമയമായി പൂർണ്ണമായി ഒരു അപകടം തുടർച്ചയായി? കറക്റ്റ് 11:45 നിയന്ത്രണവിധേയമായി നമ്മൾ തീ അണച്ചിരുന്നു. എങ്കിൽ തന്നെ രാത്രി 3 മണിയായപ്പോൾ വീണ്ടും ഫയർ ഉണ്ടാവുകയുണ്ടായി. അന്നേരം നമുക്ക് ലൈവായിട്ട് 2 വണ്ടി ഇവിടെ കിടന്നിരുന്നു. അവരോട് പറഞ്ഞതനുസരിച്ച് അവർ കറക്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. നമ്മുടെ ഇവിടുത്തെ പോലീസും ബാക്കിയുള്ളവരും എല്ലാം നല്ല രീതിയിൽ നമ്മളോട് കൂടെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഒരു വലിയ ദുരന്തം വരുന്നത്. അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി കുറച്ച് വരേണ്ടതായിരുന്നു. അത് എല്ലാം ഒഴിവാക്കാൻ നമ്മൾ എന്തായാലും വലിയ അപകടം നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ ഒഴിവാവുകയായിരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ എന്താണ് തീപിടുത്ത കാരണം എന്നുള്ളതിൽ ഇപ്പോഴും KSEBയും ഫയർഫോഴ്സും ഒക്കെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം ഈ കെട്ടിടത്തിന് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഒരു തീപിടുത്തം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് കെട്ടിടത്തിൽ പ്രവർത്തനം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. എന്തായാലും വലിയ അപകടമുണ്ടായില്ല എന്നുള്ളത് ആശ്വാസമാണ്. കായംകുളത്ത് നിന്ന് അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.